അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ജാഗ്രത കുറവുണ്ടായി എന്ന വാക്കിന് എന്താണ് യഥാർത്ഥ അർത്ഥമെന്ന പി കെ നവാസ് ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു ചെറിയ ശരിയുണ്ടല്ലോ. ഈ ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുമ്പോൾ അറിയാതെ സംഭവിച്ചു പോവുക, ശ്രദ്ധയിൽപ്പെടാതെ വരിക എന്നൊക്കെയാണല്ലോ അതിനർത്ഥം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇതിൻ്റെ സംഘടനാ ഭാരവാഹികൾ തന്നെ ഹോസ്റ്റൽ മുറിയിൽ കൊണ്ടുവച്ച് വിൽപ്പന നടത്തുകയാണ്. അതിൻ്റെ വിൽപ്പനയ്ക്കുള്ള ത്രാസ് അടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ ജാഗ്രത കുറവാണോ യഥാർത്ഥത്തിൽ? പിഴവ് പറ്റിയവരെ സംഘടനയിൽ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നതായിരുന്നില്ലേ വരേണ്ട വാചകം? ഞാൻ അതിലേക്ക് വരാം. ആദ്യം ശ്രീ പി കെ നവാസ് പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ അഭിനന്ദിക്കുന്നു എന്നതാണ്. അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം 8 ദിവസം കൊണ്ട് 3568 റെയ്ഡ്, അതുപോലെ തന്നെ 33,709 വാഹന പരിശോധന, അതിൽ 1.9 കോടി രൂപയുടെ മയക്കുമരുന്ന് കണ്ടെത്തുന്നു. അതുപോലെ 554 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, 570 പേരെ പ്രതി ചേർക്കുന്നു, 555 പേരെ കയ്യോടെ പിടികൂടുന്നു. ഈ മാർച്ച് മാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള തീയതി. അത് വീണ്ടും ഒരു 7 ദിവസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 13 മുതൽ 20 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജാഗ്രതയായിട്ടുള്ള ഇടപെടൽ ശക്തിയായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പം മാത്രമല്ല, ഈ 2024 വർഷം മൊത്തത്തിലെടുത്താൽ അബ്കാരി കേസുകൾ തന്നെ 21,275 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. NDPS കേസ് 9,035 അതുപോലെ തന്നെ കോപ്റ്റാക്, സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 79,615 കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഈ രാജ്യത്തെ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെങ്കിലും ഇതിന്റെ ഉപഭോഗവും മറ്റു കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കാരണം ഇതിന്റെ ഒരു ഹബ്ബായിട്ട് അറിയപ്പെടുന്നത് പഞ്ചാബാണ്. അപ്പോൾ വളരെ ചെറിയ ഒഫൻസിന് പോലും കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, മാതൃകാപരമായി നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ടേബിളും കണക്കുകളും പരിശോധിച്ചാൽ നമുക്ക് പറയാൻ കഴിയുക. പാർലമെന്റിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വച്ച കണക്ക് എന്റെ മുന്നിലുണ്ട്. അതിൽ കൃത്യമായി ഓരോ സംസ്ഥാനത്തും അടുത്ത കാലത്ത് കഴിഞ്ഞ 5-6 വർഷമായി രജിസ്റ്റർ ചെയ്ത കേസിന്റെ കണക്ക് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേരളം മാതൃകാപരമായി പോലീസും എക്സൈസും മുന്നോട്ട് പോകുന്നുണ്ട്. അത് എല്ലാ വിഭാഗം ആളുകളും സ്വാഗതം ചെയ്യണം. എല്ലാവരും, റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ്ബ്, വായനശാലകൾ, അതുപോലെ തന്നെ PTA, അതുപോലെ രക്ഷിതാക്കൾ, എല്ലാവരും ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം. മാധ്യമങ്ങളടക്കം കോപ്പറേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കെടുതികളിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ കഴിയൂ. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, SFIക്കാരൻ താമസിച്ച മുറി, അതായത് SFIയുടെ ഭാഗമായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രതിനിധി താമസിച്ച മുറിയിൽ നിന്ന് 0.9 ഗ്രാം പിടിക്കുകയാണ്. അപ്പോൾ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. എന്നാൽ KSUവിന്റെ ആർട്സ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചയാളും ഈ നിലവിലെ യൂണിറ്റ് കമ്മിറ്റി അംഗവും KSUവിന്റെ സജീവ പ്രവർത്തകനും താമസിച്ച 3 പേർ താമസിച്ച മുറിയിൽ നിന്ന് 2 കിലോ പിടിക്കുന്നു. അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടായിട്ട് KSUവിന്റെ നേതാവ് പറഞ്ഞില്ല. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നില്ല എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട പി കെ നവാസ് ഒന്ന് ഓർത്തു നോക്കേണ്ടത്, ഈ കോട്ടവിള ഷിബു ആരാണ്, ഏറം സ്വദേശി ഷിജു ആരാണ്, അരുവിക്കര ഷൈജു മാലിക് ആരാണ്, അതുപോലെ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് 1460 കിലോയുടെ കഞ്ചാവ് കൂടിയുമായി പിടിച്ച കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ആരാണ്, ഫൈസൽ റഹ്മാൻ ആരാണ്, ബിനോയ് ഷാവൂരി ആരാണ്, 560 കിലോ കഞ്ചാവുമായിട്ട് പിടിച്ച തുഷാർ ഗോയൽ ആരാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കണക്ക് നോക്കി ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകൾ, ക്യാമ്പസുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും വിമുക്തമാകണം. അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് ഒരു യുവത്വവും വഴിതെറ്റി പോകരുത്. എവിടെയെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ നമ്മൾ എല്ലാവരും ജാഗ്രതയോടെ ഇടപെടണം. ഇത് തെറ്റാണ്, ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയല്ല വേണ്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഏതെങ്കിലും ഒരു കഞ്ചാവ് കേസോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒഫൻസ് വരുമ്പോൾ അതെല്ലാം SFIയുടെയും DYFIയുടെയും തലയിലേക്ക് വച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 1460 കിലോ കഞ്ചാവുമായി കയ്യോടെ പിടികൂടിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പുണ്യവാളനായും 560 കിലോ കഞ്ചാവുമായി കയ്യോടെ പിടിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ എല്ലാ തരത്തിലുള്ള വലിയ നേതാവായും അംഗീകരിക്കുകയും മറ്റേതെങ്കിലും ഒഫൻസ് വരുമ്പോൾ അവരെല്ലാം കുഴപ്പക്കാരാണെന്ന രൂപത്തിൽ രാഷ്ട്രീയം കാണുകയല്ല വേണ്ടത്. നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇടപെടണം. വളരെയധികം ശ്രദ്ധ വേണം. വീട്ടിലടക്കം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോവിഡ് കാലത്തിന് ശേഷം വന്നിരിക്കുന്ന സമൂഹത്തിലെ മാറ്റം ഗൗരവത്തോടെ നാം കാണണം. കുട്ടികൾ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയുമ്പോൾ ഗൗരവത്തോടെ നമ്മൾ അതിനെ കേൾക്കണം.
അതുപോലെ +2 കോളേജ് വിദ്യാർത്ഥികൾ നമ്മളോട് പറയാതെ ഒരു മുറിയിലേക്കും ഒരു മൊബൈലിലേക്കും ചുരുങ്ങുമ്പോൾ ജാഗ്രതയോടെ ഇടപെടാനും നിരീക്ഷിക്കുവാനും കഴിയുന്ന തരത്തിൽ ഉള്ള ഇടപെടൽ രക്ഷിതാക്കൾ നടത്തണം, ട്യൂഷൻ ക്ലാസ്സിൽ നടത്തണം, PTL നടത്തണം. അതുപോലെ തന്നെ വായനശാലകളിൽ അവർ പോകുന്നുണ്ടോ, ക്ലബ്ബുകളിൽ പോകുന്നുണ്ടോ, ബസ് സ്റ്റോപ്പിൽ, ബസ് സ്റ്റാൻഡിൽ അവർ ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, അത്തരത്തിൽ അവരുടെ കൂട്ടുകെട്ടുകളടക്കം നിരീക്ഷിക്കണം. അത്തരത്തിൽ ജാഗ്രതയോടെ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒഫൻസ് ഉണ്ടാവാതെ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുന്ന യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. പക്ഷേ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്ത് എന്ന് പ്രധാനമാണല്ലോ. അല്ല, അരുൺ തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾ നൽകുന്ന മെസ്സേജ് പ്രധാനമാണല്ലോ. അതിപ്പോൾ പ്രതിഭ MLA കാര്യത്തിൽ അവരുടെ മകനുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ പ്രതികരണമുണ്ടല്ലോ, അത് എന്താണ് ആ പ്രതികരണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വീണ്ടും അത് വരുന്നു. അപ്പോൾ അത് എന്ത് സന്ദേശമാണ് അതുകൊണ്ട് നൽകുന്നത്? അതിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതൊരു ചെറിയ കേസായി അതിനെ ഞങ്ങൾ നൽകുന്ന സന്ദേശം, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം ഇന്ന് വ്യക്തമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഇടപെടലോ ഭരണ ഇടപെടലോ ഉണ്ടെങ്കിൽ KSUക്കാരൻ താമസിക്കുന്ന മുറി മാത്രം റെയ്ഡ് ചെയ്താൽ മതിയല്ലോ. SFIക്കാരൻ താമസിക്കുന്ന, ജനറൽ സെക്രട്ടറി താമസിക്കുന്ന മുറി റെയ്ഡ് ചെയ്യേണ്ടതില്ലല്ലോ. ആ ഹോസ്റ്റലിലെ എല്ലാ മുറികളും ഒരേപോലെ റെയ്ഡ് ചെയ്യുകയും ഒരേപോലെ കേസന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രതികളെ കയ്യോടെ പിടികൂടുകയും ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങാതെ തന്നെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നതുമെല്ലാം LDF ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് എതിരെ എടുക്കുന്ന സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ഒരു രാഷ്ട്രീയ നിറവും നോക്കുന്നില്ല, കയ്യോടെ പിടികൂടുകയാണ്. അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ മറ്റു പല സാഹചര്യങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ല. അതായത് കഞ്ചാവായാലും MDMA ആയാലും ഏത് രാസലഹരി ആയാലും പിടികൂടപ്പെടുന്നവർക്ക് നേരത്തെ ഈ സംഘടനയുടെ ഭാരവാഹിയായി തന്നെ പ്രവർത്തിക്കുന്നവരായാലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണല്ലേ അരുൺ? അതെ, പൂർണ്ണമായും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഭരണം ഉണ്ടാവില്ല. ഒരു തരത്തിലും അവർക്ക് ഒരു സഹായം ഉണ്ടാകില്ല. അവരെ നമുക്കറിയാം, അതിശക്തമായി സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തണം. കാരണം അത്തരത്തിൽ ലീഡർഷിപ്പ് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ അണികളും അതുപോലെ തന്നെ പുതുതായിട്ട് ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരുമെല്ലാം ആ പ്രവണതയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ് നാളെയുടെ പൗരന്മാർ, നാളെയുടെ ഭാവി അവരാണല്ലോ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും എല്ലാം അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.